ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ്. ഐ റൈറ്റ് ഹ്യൂമർ ആൻഡ് സോഷ്യൽ കമൻറ്ററി ബേസ്ഡ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി മസാല, സീസ് അനൂജ ചൗഹാൻ. അനൂജ ചൗഹാൻ ഇന്ത്യയിലെ വളരെ പ്രശസ്തരായ നോവലിസ്റ്റുകളിൽ ഒരാളാണ്. അവരുടെ പ്രധാനപ്പെട്ട നോവൽസ് നോക്കുകയാണെങ്കിൽ ദ സോയ ഫാക്ടർ, ബാറ്റിൽ ഫോർ ബിറ്റോറ, ക്ലബ് യു ടു ഡെത്ത്, ദ ഫാസ്റ്റ് ആൻഡ് ദ ഡെഡ് ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ടത്. വളരെ സിമ്പിൾ ലാംഗ്വേജിലും വായിച്ചാൽ തന്നെ എളുപ്പം മനസ്സിലാകുന്ന രീതിയിലുമാണ് അവരുടെ എല്ലാ നോവൽസും ഉള്ളത്. ഇനി ഇൻ്റർവ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അഭിമുഖം എങ്ങനെയായിരിക്കും? ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഇൻ്റർവ്യൂവർ ഒരാളോട് ചോദിക്കും, അതിന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. ഇതാണ് ഒരു ഇൻ്റർവ്യൂ. സെയിം ഹാപ്പൻസ് ഹിയർ ടു. ഇവിടെയും അത് തന്നെ നടക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ അനുജയോട് ചോദിക്കുന്നു, അതിന് ഒരുപാട് ഉത്തരങ്ങൾ അവർ തരുന്നു. സോ ഇതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്, വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു ഇൻ്റർവ്യൂ കൂടിയാണ്. അനുജ ചൗഹാൻ്റെ ബുക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവരിപ്പോൾ ലാസ്റ്റായി എഴുതിയിരിക്കുന്ന 2 ബുക്സാണ് ദ ഫാസ്റ്റ് ആൻഡ് ദ ഡെഡ്, ക്ലബ് യു ടു ഡെത്ത്. ഇതിൽ ഈ ക്ലബ് യു ടു ഡെത്ത് ആണ് അവരുടെ ഫസ്റ്റ് മർഡർ മിസ്റ്ററി. ഒരു കൊലപാതകത്തെ ആസ്പദമാക്കിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു നോവലാണ് ക്ലബ് യു ടു ഡെത്ത്. അതിനുശേഷം അവരിപ്പോൾ പുതുതായിട്ട് എഴുതിയൊരു നോവലാണ് ദ ഫാസ്റ്റ് ആൻഡ് ദ ഡെഡ്. ഇതിൽ മെയിൻലി ഇതിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ജനർ എന്ന് പറയുന്നത് റൊമാൻസ്, കോമഡി, ക്രൈം, മർഡർ. ഈ 4 തീംസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ കഥ ഈ ദ ഫാസ്റ്റ് ആൻഡ് ദ ഡെഡ് ഇവരുടെ നോവൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, എങ്ങനെയാണ് റൊമാൻസും ക്രൈമും കോമഡിയും മർഡറും 4 കാറ്റഗറിയിലുള്ള സംഭവങ്ങളാണ്. ഇവ ഇങ്ങനെ 4 ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് ഒരൊറ്റ കഥയിൽ ഒതുങ്ങുക. സോ ഇറ്റ്സ് എ വെറൈറ്റി. സോ നമ്മൾ എവിടെയും കാണാത്ത തരത്തിലുള്ള എഴുത്താണ് അനൂജ ചൗഹാൻ്റേത്. ഓക്കെ, സോ ഇവരുടെ നോവൽസിലെല്ലാം മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ റൊമാൻസ്, കോമഡി, ക്രൈം, മർഡർ ഇതൊക്കെയാണ്. ഓക്കെ, സോ നമ്മുടെ കുൻസും സ്റ്റോറിൽ നമ്മൾ പറയുണ്ടായി ഈ ഒരു ഇൻ്റർവ്യൂവർ ഇവരെ ഇൻ്റർവ്യൂ എടുക്കുന്നത് കുൻസും ബുക്ക് സ്റ്റോറിലാണ്. നമ്മുടെ DC ബുക്സ്, മാതൃഭൂമി ബുക്സ് എന്നൊക്കെ പോലെ ഒരു സ്ഥലമാണ്, ബുക്സ് വിൽപ്പന ചെയ്യുന്ന ഒരു സ്ഥലമാണ് കുൻസും ബുക്ക് സ്റ്റോർ. അവിടെ നിന്ന് വായിക്കാം, അവിടെ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അനുജ ചൗഹാനെ കാണുന്നത്. അങ്ങനെ കണ്ടിട്ട് നമ്മുടെ ഇൻ്റർവ്യൂവർ അവർക്ക് ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാം, അതിലെന്താണ് ഉത്തരങ്ങൾ നമ്മൾ അനുജ പറയുന്നതെന്നും നമുക്ക് നോക്കാം. അനൂജ ചൗഹാൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അഡ്വർടൈസിങ് കമ്പനിയിലൂടെ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിങ് വേൾഡിലൂടെയാണ്. പരസ്യങ്ങളിലൂടെയാണ് അവരുടെ ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പണ്ട് പെപ്സി എന്ന് പറയുന്ന നമ്മളൊക്കെ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഒരു പരസ്യമുണ്ടായിരുന്നു. ഷാറൂഖ് ഖാനും അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറായിരുന്നു അതിന് പരസ്യം പറഞ്ഞിരുന്നത്. യേ ദിൽ മാംഗെ മോർ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ ആ ആഡിൻ്റെ ടൈറ്റിൽ എപ്പോഴും കാണാറുണ്ട്. ആ സ്ലോഗൻ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന അനൂജയാണ്. സോ അന്ന് ആ സമയത്ത് ഈ സ്ലോഗന് ഭയങ്കര പ്രസിദ്ധി നേടിയിരുന്നു. ഒരുപാട് ആളുകൾ ഇതിനെ പറഞ്ഞ് അവരുടെ ലൈഫിൻ്റെ ഒരു ഭയങ്കര മോട്ടോ പോലെ ആക്കിയിട്ട് എടുത്തിട്ട് പോലും ഉണ്ടായിരുന്നു. എൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കൊറോണ ടൈമിലെല്ലാം റിലീസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയുണ്ട്, സിദ്ധാർത്ഥ് മൽഹോത്രയുടെ ഷേർഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി. വിക്രം ബദ്ര എന്നുള്ള ക്യാരക്ടറാണ് സിദ്ധാർത്ഥ് മൽഹോത്ര അതിൽ അഭിനയിക്കുന്നത്. ആരാണ് വിക്രം ബദ്ര? നമ്മുടെ ഇന്ത്യൻ ആർമിയിലുള്ളൊരു മരിച്ചു പോയിട്ടുള്ള ഒരു സോൾജറാണ്. ഇന്ത്യക്ക് വേണ്ടി മരണപ്പെടേണ്ടി വന്ന ഒരു സോൾജറാണ്. സോ അദ്ദേഹം ഈ ഒരു സ്ലോഗൻ ആ യുദ്ധത്തിനിടയിൽ പറയുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്, യദിൽ മാംഗെ മോർ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് ഡിസയേഴ്സ് മോർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ അദ്ദേഹം കൂടെ ഈ ഒരു സ്ലോഗനെ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ മോട്ടോ ആക്കി എടുത്തു എന്നുകൂടെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ ഇൻ്റർവ്യൂയുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഭവനീത് സിംഗ് അറോറ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. സോ നമ്മൾ ഇൻ്റർവ്യൂവിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, BSA. സോ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഭവനീത് സിംഗ് അറോറ. സോ ആദ്യമായിട്ടും അദ്ദേഹം ചോദിക്കുന്നത് ഇത് തന്നെയാണ്, നിങ്ങളുടെ കരിയർ ഒരു അഡ്വർടൈസിങ് വേൾഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ നിങ്ങൾ മർഡർ മിസ്റ്ററീസും റൊമാൻസും കോമഡിയൊക്കെ അടങ്ങുന്ന ബുക്സാണ് നിങ്ങളിപ്പോൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ ഇതിലേക്ക് എത്തിപ്പെട്ടു? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് എന്നാണ് അനുജയോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. അവരതിന് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് എഴുതുക എന്നുള്ളത്, കഥകൾ എഴുതുക എന്നുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കത് എൻ്റെ ഒരു ക്രിയേറ്റീവ് തിങ്ങാണ്, എൻ്റെ കഴിവാണത്. അപ്പോൾ അതിലൂടെയാണ് ഞാൻ പല പല സാധനങ്ങളും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാട് നടക്കുന്നതിനെ പറ്റിയിട്ടുള്ള സെൻസസ് അല്ലെങ്കിൽ ഇതാണ് ഓരോരോ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ എഴുത്തിലൂടെയാണ്. അങ്ങനെ ഞാൻ ഒരുപാട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. വായിക്കുന്നതിലൂടെ ഞാൻ എഴുതാൻ തുടങ്ങി. അങ്ങനെ വായനയിലൂടെ തന്നെയാണ് എല്ലാ എഴുത്തുകാരും ബർത്ത് ഉണ്ടായതെന്ന് കൂടെ അവർ പറയുന്നുണ്ട്. എല്ലാ എഴുത്തുകാരും വായനയിലൂടെയാണ് അവർ എഴുതാൻ തുടങ്ങിയത് എന്നുകൂടെ അവർ പറയുന്നുണ്ട്. അവർ ഒരുപാട് വായിക്കുകയും അതിലൊരുപാട് ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും, അതിപ്പോൾ വായനയാണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ഡാൻസിങ് ആണെങ്കിലും സിംഗിങ് ആണെങ്കിലും എന്ത് തരം ക്രിയേറ്റീവ് തിങ്സ് ആണെങ്കിലും അതിലെല്ലാം അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തിയിരുന്നു. അവരതിലെല്ലാം വളരെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു എന്നുകൂടെ അവർ പറയുന്നുണ്ട്. അവിടെ അവർ മെൻഷൻ ചെയ്യുന്നത് ഒരു ബോളിവുഡ് മൂവിയാണ്, കുച്ച് കുച്ച് ഹോത്താ ഹേ എന്ന് പറയുന്ന ഒരു മൂവിയിലെ ഒരു സെൻറ്റൻസ് അവരവിടെ പറയുന്നുണ്ട്. ആപ്കോ പത്താ ഹേ മേരെ കോ സിംഗിങ് ഓർ ഡാൻസിങ് കാ കിतना ഷോക്ക് ഹേ, ഡു യു നോ ഐ എം ഫൗണ്ട് ഓഫ് സിംഗിങ് ആൻഡ് ഡാൻസിങ്, ഐ എം ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ, ദാറ്റ്സ് വൈ ഐ ജോയിൻ അഡ്വർടൈസിങ്. സോ ഇതിലൂടെ പറയുന്നത് ഷീ യൂസസ് ദിസ് മൂവി ഡയലോഗ് ടു ഡിസ്ക്രൈബ് ഹർ enthusiasm ഫോർ ക്രിയേറ്റീവ് പെർസ്യൂട്ട്സ് ഓർ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്.
കമ്പയറിംഗ് ഹെർസെൽഫ് ടു ദ ക്യാരക്ടർ ഇൻ ദ മൂവി. സോ അവർക്ക് ഒരുപാട് സന്തോഷമാണ് പല പല ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ആ മൂവി ക്യാരക്ടറിൽ ഉള്ള ആളെ പോലെ തന്നെയാണ് അവരും എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇവർ പഠിച്ചിരിക്കുന്നതെല്ലാം എക്കണോമിക്സ് ആണ്. സോ എക്കണോമിക്സ് പഠിച്ചതിന് ശേഷം അവർ ഈ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ അതെന്തായി, ഇവർക്കാണെങ്കിൽ നന്നായി എഴുതാനും അറിയാം. ഓക്കെ, സോ അഡ്വർടൈസിങ് കമ്പനീസിന് എന്താ വേണ്ടത്? എഴുത്തുകാരെ വേണം അവർക്ക് സ്ലോഗൻസ് ഉണ്ടാക്കാൻ, ആഡ് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവർക്ക് എഴുതാനും അറിയാം, ഇവർ എക്കണോമിക്സ് ആണ് പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്താവും, ഇറ്റ്സ് എ ഗുഡ് മിക്സിംഗ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് മാർക്കറ്റിംഗ്. എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. സോ രണ്ടും കൂടെ ഇവർ പഠിച്ചതുകൊണ്ട് ഇവർക്ക് അത് ഇവരുടെ കരിയറിൻ്റെ തുടക്കമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവരതിന് പിൻവാങ്ങി, അവരത് നിർത്തലാക്കി. എന്ന് വെച്ചാൽ ഈ ഒരു സ്ലോഗൻസ് എഴുതുകയും അഡ്വർടൈസ്മെൻറ്റിൽ എഴുതുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ വളരെ റെസ്ട്രിക്റ്റഡ് ആണ് അല്ലേ. നമ്മുടെ ആ ഒരു അഡ്വർടൈസിങ് കമ്പനി പറയും ഇത്ര എഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ലൈൻസേ പാടുള്ളൂ. അപ്പോൾ അവർ അത്രയ്ക്ക് എഴുതുള്ളൂ. സോ അവരുടെ ആ റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇവർക്ക് അതിൽ നിന്ന് ഇവരെല്ലാം പുറത്തോട്ട് വന്നു. അങ്ങനെ ഇവർ സ്വമേധയാ ഇവർ നോവൽസും ബുക്സും എല്ലാം എഴുതാൻ തുടങ്ങി എന്നാണ് അവർ ഇൻ്റർവ്യൂവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇൻ്റർവ്യൂവർ പല ആളുകളെയും ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും പല ഓഥേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും അവരെല്ലാം പറയുകയുണ്ടായി അവരുടെ മൈൻഡിലെല്ലാം എപ്പോഴും എന്തൊക്കെയോ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരെഴുതുന്നില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ എപ്പോഴും ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുകയാണ്. അതുപോലെ തന്നെ അനുജൻ ചൗഹാൻ്റെ മൈൻഡിലും അങ്ങനെ നടക്കാറുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അതിന് നമ്മൾ അനുജ പറയുന്ന ഉത്തരം ഇതാണ്, എനിക്കും അങ്ങനെ തന്നെയുണ്ട്. ഞാൻ എഴുതിയിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിലും ഇങ്ങനെ പല പല ചിന്തകളും പല പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാനതെല്ലാം എൻ്റെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്ത് അത് ആവശ്യമുള്ള സമയത്ത് ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ചില സമയത്ത് ഞാൻ ലാപ്ടോപ്പ് എടുത്ത് എഴുതാനിരിക്കുകയാണെങ്കിൽ ഞാൻ ആ സ്റ്റോർ ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം എനിക്ക് ചിലപ്പോൾ ആവശ്യം വരുന്നതിനനുസരിച്ചിട്ട് ഞാൻ എടുക്കും, അത് എഴുതും എന്നാണ് അവരുടെ ഉത്തരം. അടുത്ത ചോദ്യം, എത്ര മണിക്കൂർ നിങ്ങൾ എഴുതാറുണ്ട് ഒരു ദിവസം? എത്ര മണിക്കൂർ എടുക്കും നിങ്ങളൊരു ദിവസം? എന്തൊക്കെ സാധനങ്ങൾ എഴുതും എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ അവർ പറയും ചില സമയത്ത് അവർക്കൊന്നും എഴുതാൻ തോന്നില്ല. അവർ ചിലപ്പോൾ ഇങ്ങനെ ബുക്സുകളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അവർക്ക് എന്താണ് എഴുതേണ്ടത്, എന്താണ് അടുത്ത തീം, എന്താണ് ഞാൻ എഴുതുന്നത്, ഒന്നും എനിക്ക് ചില സമയത്ത് ആലോചിക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ അവർക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നതിനെ പറ്റി എഴുതണം, അല്ലെങ്കിൽ ഒരു മോർ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഏകദേശം ഒരു 1000 വാക്കുകൾ 1000 വേർഡ്സ് അവരൊരു ദിവസം എഴുതാറുണ്ടെന്നാണ് അവരുടെ ഉത്തരം. അടുത്തത് അവരുടെ ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള ക്ലബ് യു ടു ഡെത്തിലും അതുപോലെ തന്നെ ഇനി ഒരു പക്ഷേ അവർ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു ബുക്കിലെ കഥാപാത്രമായി ഇനിയും വീണ്ടും വരികയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ ACP ഭവാനി സിംഗ്. ഭവാനി സിംഗ് എന്ന് പറയുന്നത് ക്ലബ് യു ടു ഡെത്ത് എന്ന് പറയുന്ന അവരുടെ നോവലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഉത്ഭവം എവിടെ നിന്ന് വന്നു എന്നാണ് അടുത്ത ചോദ്യം. ഇത് എങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരു ആളെ ആ ഒരു നോവലിലേക്ക് കൊണ്ടുവരാൻ പറ്റി? അത് വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. സോ അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. സോ നമ്മുടെ അനൂജ ജീവിച്ചിരുന്നത് മീററ്റിലായിരുന്നു, ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. സോ ഇവർക്കൊരു അമ്മാവനുണ്ട്, അമ്മയുടെ ആങ്ങള. അദ്ദേഹത്തിൻ്റെ പേര് റോഷ്ടാഷ് മാമ എന്നാണ് പറയുന്നത്, റോട്ടാഷ് മാമ. സോ അവർ മീററ്റ് പോലീസിലായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ മാമ, മറ്റേണൽ അങ്കിൾ മീററ്റ് പോലീസിലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അനുജയുടെ ഗ്രാൻഡ് ഫാദറും ഒരു പോലീസ്മാൻ ആയിരുന്നു. വെരി ജെൻറ്റൽ, വെരി സ്വീറ്റ് കൈൻഡ് ഓഫ് പോലീസ്മാൻ. വളരെ ശാന്തനും ഒരുപാട് കൈൻഡ്നെസ്സും നിറഞ്ഞ ഒരാളായിരുന്നു നമ്മുടെ അനുജയുടെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഈ അനുജയും ഫാമിലിയെല്ലാം ജീവിച്ചിരുന്നത് പോലീസ് സ്റ്റേഷൻ്റെ വളരെ അടുത്തായിരുന്നു. ബീഗംബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെ പോലീസ് സ്റ്റേഷന് വളരെ അടുത്താണ് ഇവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പോലീസുകാരെ കാണാറുണ്ട്, അവരോട് ഇടപഴകാറുണ്ട്. സോ ഇതിൽ നിന്നൊക്കെയാണ് ഈ ഒരു ACP ഭവാനി സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോലീസ് ക്യാരക്ടറിൻ്റെ ഉത്ഭവം. നമ്മളെല്ലാവരും മീഡിയാസിലൂടെയും TVസിലൂടെയും ഫിലിംസിലൂടെയും എല്ലാം നമ്മൾ കാണുന്ന പോലീസുകാർ എങ്ങനെയാണ്? അവർ ഭയങ്കര റഫായിരിക്കും അല്ലേ, ഭയങ്കര ചൂടാവുന്നതും ചിലപ്പോൾ അടിക്കുന്നതും ക്രിമിനൽസിനെ തല്ലി ഉത്തരം പറയിപ്പിക്കുന്നവരും ഒരു ഹാർഡ് ബോയിൽഡ് ആയിട്ടുള്ള ആളുകളാണ്, കഠിന ഹൃദയരാണ് അല്ലേ. ഹാർഡ് ബോയിൽഡ് എന്ന് പറയുന്ന വാക്ക് അനുജ ചൗഹാൻ ഇവിടെ ഉപയോഗിക്കുന്നതാണ്, നോട്ട് ചെയ്യേണ്ട ഒരു വാക്കാണ്. കഠിനമായിട്ടുള്ള ആളുകൾ എന്നാണ് അർത്ഥം. ഓക്കെ, സോ നമ്മൾ മീഡിയാസിലൂടെ കാണുന്ന പോലീസുകാർ ഇങ്ങനെയാണ്. പക്ഷെ എല്ലാ പോലീസുകാരും ഇങ്ങനെയാണോ? എല്ലാവരും അവരുടെ വീട്ടിലും നാട്ടിലും അവരിങ്ങനെ തന്നെയാണോ ബിഹേവ് ചെയ്യുന്നത്? അല്ല, തികച്ചുമല്ല. ഇവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ഇവരുടെ റിലേറ്റീവ്സിനോടും അതുപോലെ തന്നെ ഇവരുടെ വൈഫ്, ചിൽഡ്രൻ, പാരൻസ്, ഇവരോടൊക്കെ ഒരു പോലീസുകാരൻ എങ്ങനെയായിരിക്കും? വളരെ കൈൻഡ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് ക്രിമിനലിനോട് ബിഹേവ് ചെയ്യുന്നത് പോലെയാണോ ഒരു കുട്ടിയുടെ അടുത്ത് ഒരു പോലീസ്മാൻ ബിഹേവ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, എൻ്റെ പാരൻറ്റ് ഒരു പോലീസാണെങ്കിൽ അവർ ക്രിമിനൽസിനോട് ബിഹേവ് ചെയ്യുന്ന തരത്തിലാണ് എന്നോട് ബിഹേവ് ചെയ്യുക? ഒരിക്കലുമല്ല. സോ ഫാമിലീസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആ ഒരാൾക്ക് ഒരു വേറെ ക്യാരക്ടറാണ് ഉണ്ടാവുക. അതേസമയം ക്രിമിനൽസിൻ്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? ഭയങ്കര ഹാർഡ് ബോയിൽഡ് ആയിരിക്കും, കഠിനമായിട്ടുള്ള ക്യാരക്ടറായിരിക്കും. സോ നമ്മൾക്ക് എപ്പോഴും അറിയാൻ കഴിയുന്നത് എന്താണ്? ഇങ്ങനത്തെ ഭയങ്കര റഫ് ക്യാരക്ടേഴ്സുള്ള പോലീസിനെയാണ് നമ്മളെപ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ.
ഇനി നമ്മൾ റിയൽ ലൈഫിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള പോലീസുകാരല്ലേ നമ്മളുടെ അടുത്ത് നല്ല രീതിക്ക് പെരുമാറുള്ളൂ. ഇനി പരിചയമില്ലാത്ത പോലീസുകാരാണെങ്കിൽ എന്ത് ചെയ്യും? അവർ ചിലവർ നമ്മളെ അടുത്ത് റഫായി പെരുമാറില്ലേ, അവരുടെ എല്ലാ ആളുകളുടെ അടുത്തും അവർ ബിഹേവ് ചെയ്യുന്നത്. സോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല. അത് തന്നെയാണ് നമ്മൾ അനുജ അവിടെ പറയുന്നത്. സോ ഇവരുടെ വീടിൻ്റെ അടുത്ത് ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ടൈപ്പ് ഓഫ് പോലീസ്മാൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അനുജ. സോ ആ ഒരു ഫ്രണ്ട്ലി ക്യാരക്ടറിൽ നിന്നാണ് നമ്മുടെ അനുജ ചൗഹാൻ്റെ ACP ഭവാനി സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൻ്റെ ഉത്ഭവം. ഓക്കെ, സോ അവിടെ വളരെ സിമ്പിൾ ലാംഗ്വേജസിൽ പറയുന്നുണ്ട്. ബട്ട് ഐ ഹാവ് എ മെമ്മറി ഓഫ് എ നൈസ് അമേബിൾ സോർട്ട് ഓഫ് പോലീസ്മാൻ, എ ഫ്രണ്ട്ലി നൈബർഹുഡ് കൈൻഡ് ഓഫ് പോലീസ്മാൻ, ദ കൈൻഡ് ഹു യൂസ് ടു ബി ഇൻ യുവർ ലൈഫ് ഏർലിയർ ആൻഡ് സ്റ്റിൽ ആർ ബട്ട് ആർ നോട്ട് ഡെപിക്റ്റഡ് മച്ച്, യു നോ. സോ പണ്ട് കാലത്തും ഇതുപോലെയുള്ള കൈൻഡ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ടൈപ്പ് ഓഫ് പോലീസ്മാൻസ് ഉണ്ട്, പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കഥകളിലും സിനിമകളിലും എല്ലാം കാണുന്നത് എന്താണ്? റഫ് ടൈപ്പ് ആയിട്ടുള്ള പോലീസുകാരെ മാത്രമാണ്. നല്ലവരായിട്ടുള്ള പോലീസുകാരെ അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോലീസുകാരെ കാണിക്കുന്നില്ല. ഓക്കെ, സോ അതാണ് അനുജ അവിടെ പറയുന്നത്. സോ അതിലൂടെയാണ് ഭവാനി സിംഗിൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ. സോ ഭവാനി സിംഗിൻ്റെ ഒരു പോളിസി അല്ലെങ്കിൽ ഭവാനി സിംഗ് എപ്പോഴും പറയുന്ന കാര്യം, ഇഫ് യു ഹിറ്റ് സംബഡി ദെൻ യു ക്യാൻ അൺലോക്ക് ഹിസ് ടങ് വിത്ത് ഫിസിക്കൽ വയലൻസ്, ബട്ട് ഇഫ് യു ലിസൺ ടു സംവൺ ദെൻ യു വിൽ അൺലോക്ക് ഹിസ് ഹാർട്ട് ആൻഡ് യു വിൽ ഗെറ്റ് ദ റിയൽ ഇൻസൈഡ് സ്റ്റോറി. സോ എന്താണ് പറയുന്നത്? നമ്മൾ ഒരാളെ തല്ലുകയാണെങ്കിൽ തല്ലിക്കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ഉത്തരം പറയുമായിരിക്കും. പക്ഷേ തല്ലുന്നതിലപ്പുറം നമ്മൾ അയാളെ മനസ്സിലാക്കി അദ്ദേഹത്തോട് അടുത്തിരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഹൃദയം തുറന്ന് സംസാരിക്കും, മനസ്സിനുള്ളിലെല്ലാം ഉള്ളത് പറയും. സോ ഇതാണ് ഒരു ഡിറ്റക്റ്റീവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്ററിൻ്റെയോ ഒരു മെയിൻ മോട്ടോ എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഇങ്ങനെ ആവണം. കാരണം ആ ഇൻവെസ്റ്റിഗേറ്റർ അയാളെ മനസ്സിലാക്കി അയാളോട് സംസാരിച്ച് അയാളെ നല്ല രീതിക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ക്രൈം നടത്തിയതിൻ്റെ സത്യങ്ങൾ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഇതാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്, ഒരു പോലീസ് ഓഫീസറിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്കിൽ. സോ ഇതായിരുന്നു അടുത്ത ചോദ്യം. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഇതെല്ലാം OTT റിലീസിൻ്റെ സമയമാണ്. സോ ഇവരുടെ ഒരു ബുക്കിനെ ആസ്പദമാക്കിയിട്ട് ഒരു നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവി, പങ്കജ് ത്രിപതി, ഇവരൊക്കെയാണ് അതിലെ മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിനെ പറ്റിയിട്ടാണ് അടുത്ത ചോദ്യം. ഇവരുടെ ബുക്സ് ഈ OTTയിലേക്ക് മാറ്റപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിയിട്ട് OTTയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ എഴുതിയ സംഭവം അതിന് അഡാപ്റ്റേഷൻസ് വരുത്തി മാറ്റങ്ങൾ വരുത്തിയിട്ട് അവരതിലൂടെ സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ പ്രദർശിപ്പിച്ച സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നാണ് അടുത്ത ചോദ്യം നമ്മുടെ ഇൻ്റർവ്യൂവറിൻ്റെ. അപ്പോൾ അതിന് അനുജ ഉത്തരം പറയുന്നത്, ഞാൻ കുറച്ച് മുമ്പ് ബോംബെയിൽ നിന്ന് ആ സിനിമയുടെ ഒരു ഫസ്റ്റ് എഡിറ്റ് കണ്ടിട്ട് വരികയാണ്. ക്ലബ് യു ടു ഡെത്ത് എന്ന് പറയുന്ന എൻ്റെ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് മർഡർ മുബാരക് എന്ന് പറയുന്ന മൂവി ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ACP ഭവാനി സിംഗ് എന്ന് പറയുന്ന ക്യാരക്ടർ അഭിനയിക്കുന്നത് പങ്കജ് ത്രിപതി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടൊരു ആക്ടറാണ്. അത് ഡയറക്റ്റ് ചെയ്യുന്നത് ഹോമി അഡജിയനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. സോ നമുക്ക് ഗൂഗിൾ ചെയ്ത് അവരാരാന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിൽ വേറെ കാസ്റ്റ് എന്ന് പറയുന്നത് സാര അലി ഖാൻ, വിജയ് വർമ്മ, ഡിംപിൾ കപാട്ടിയ, കരിസ്മ കപൂർ, സഞ്ജയ് കപൂർ, ഇവരെല്ലാവരും അതിലുണ്ട്. സോ അതിൽ ഒരുപാട് നല്ല രസമാണ് എന്നാണ് അവർ പറയുന്നത്. റോട്ടറി ക്ലബിനെ പറ്റിയിട്ടും ദില്ലിവാല ക്ലബ്സിനെ പറ്റിയിട്ടും ജിംഖാന ക്ലബ്സിനെയൊക്കെ പറ്റിയിട്ടും റോഷനാര ക്ലബ്സിനെയൊക്കെ പറ്റിയിട്ടും അതിൽ കാണിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ ആക്ച്വലി അത് നമ്മൾ മൂവി കണ്ടാലാണ് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇറ്റ്സ് നൗ സ്ട്രീമിംഗ് ഇൻ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആ പറയുന്ന മൂവി. സോ ഈ മൂവിയിൽ അവർക്ക് ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്, ഒരുപാട് ഏരിയാസ് ഓഫ് അവർ യൂസ് ചെയ്തിട്ടുണ്ട് ഈ മൂവിയിൽ. ഷീ മെൻഷൻസ് എ മൂവി ഹാസ് ക്യാപ്ചർഡ് ദ സെറ്റിംഗ് ഓഫ് എലൈറ്റ് ഡൽഹി ക്ലബ്സ്, ജിംഖാന ക്ലബ്സ്, റോട്ടറി ക്ലബ്സ് വിച്ച് പ്ലേ എ മെയിൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സ്റ്റോറി. സോ ഈ ഒരു കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ആ സെറ്റിംഗ്സ് ആണ്. ആ ഒരു കഥാസന്ദർഭമൊക്കെ നടക്കുന്ന ആ ഏരിയാസ് ആണ്. അതൊക്കെ ഒരുപാട് ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെയാണ് പോർഷൻ. So the next question is, after The Fast and Death, what is next? So അവരുടെ ലേറ്റസ്റ്റ് നോവലാണ് The Fast and Death. ഈ ഒരു നോവലിന് ശേഷം ഇനി എന്താണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ ഉത്തരം പറയുന്നത്, ഇപ്പോൾ എനിക്കൊന്നും അറിയില്ല, പക്ഷേ 1-2 ഐഡിയാസ് എല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ പുകയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ഒന്ന് എഴുതും. സോ ഈ മർഡർ മുബാരക് എന്ന് പറയുന്ന മൂവി നെറ്റ്ഫ്ലിക്സിൽ നല്ല ക്ലിക്കായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നല്ല ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ദ ഫാസ്റ്റ് ആൻഡ് ദ ഡെഡ് എന്ന് പറയുന്ന അവരുടെ ലേറ്റസ്റ്റ് ഒരു മർഡർ, റൊമാൻസ്, ക്രൈം, കോമഡി, മർഡർ സ്റ്റോറി ആയിട്ടുള്ള ദ ഫാസ്റ്റ് ആൻഡ് ഡെഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കൂടെ അവർ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അവർ ACP ഭവാനി സിംഗിനെ പറ്റിയിട്ട് ഒരു നോവൽ കൂടെ അവർ എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട്, അവരിങ്ങനെ ചുറ്റുപാടുമൊക്കെ നടക്കുമ്പോഴും അവരുടെ ബുക്സ് റീഡ് ചെയ്യുന്ന ആളുകളെയൊക്കെ കാണുമ്പോഴും പലരും അവരോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അനൂജ നിങ്ങൾ റൊമാൻസ് എഴുതാത്തത്? അത് കുറച്ചുകൂടെ എഴുതിക്കൂടെ, ഞങ്ങൾക്ക് അതൊക്കെയാണ് ഇഷ്ടം എന്ന് അവർ പറയാറുണ്ട്. സോ മേ ബി ഞാൻ ഇനി ഒരു റൊമാൻറ്റിക് നോവൽസിനെ പറ്റിയിട്ട് എഴുതുന്നതിനെ പറ്റി അടക്കം ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്ന് കൂടെ അനൂജ അവിടെ പറയുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവർ വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഒരു റൊമാൻസ് നോവലും പ്രതീക്ഷിക്കാം, എന്നിട്ട് വീണ്ടും ACP ഭവാനി സിംഗിൻ്റെ ഒരു കഥ പ്രതീക്ഷിക്കാം. സോ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ ട്രിക്കി ക്വസ്റ്റ്യൻ. എന്താണ് എന്നറിയാൻ വേണ്ടി നമ്മുടെ ഇൻ്റർവ്യൂവർ വെറുതെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവർ പറയാണ് ഞാൻ മേ ബി നോക്കും, ഒരു റൊമാൻറ്റിക് നോവൽ എനിക്ക് എഴുതണം, അതുപോലെ തന്നെ SCP ഭവാനി സിംഗിനെ പറ്റിയിട്ട് എഴുതണം എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞ് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ റോം ക്രോം എന്ന് പറയുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ നോവലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു റോം കോം എന്ന്. റോം കോം എന്ന് വെച്ചാൽ റൊമാൻസ് ആൻഡ് കോമഡി. ഇപ്പോൾ അവർ ലേറ്റസ്റ്റ് ആയി എഴുതിയത് ദ ഫാസ്റ്റ് ആൻഡ് ദ ഡെഡ് എന്ന് പറയുന്നത് റോം ക്രോം കണ്ടന്റ് ആണ്. ഈ റോം ക്രോം റൊമാൻസ്, ക്രൈം ആൻഡ് കോമഡി. സോ സിമ്പിൾ അല്ലേ, എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരുമിച്ച്. ഓക്കെ, സോ പലരും എന്നോട് ചോദിക്കുമായിരുന്നു ഈ റോം ക്രോം എഴുതുന്നതിൽ എന്താ കുഴപ്പം? റോം ക്രോം എന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ്റയർലി ഡിഫറെൻറ്റ്. എങ്ങനെയാണ് ഈ 3 കണ്ടന്റും കൂടെ ഒരുമിച്ച് ഒരു ഇതിൽ വരിക? സോ അവർ പറയുകയാണ് ഈ 3 കണ്ടന്റും കൂടെ ഒരുമിച്ച് ഞാൻ എഴുതുകയാണെങ്കിലും അതിൽ യാതൊരു തെറ്റുമില്ല, ഇത് വളരെ നല്ല രസമാണെന്നാണ് അവർ വളരെ കോമഡി ആയിട്ട് പറയുന്നത്. സോ അവരുടെ അടുത്ത് ഒരുപാട് ഫീമെയിൽ റീഡേഴ്സ് വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ റൊമാൻസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സംഭവങ്ങളൊക്കെ ഉള്ള നോവലാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ നോവലിലെല്ലാം റൊമാൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഇനിയും റൊമാൻസ് വേണം എന്ന് അവരുടെ അടുത്ത് ഒരുപാട് ലേഡി റീഡേഴ്സ് അല്ലെങ്കിൽ ഫീമെയിൽ റീഡേഴ്സ് അവരുടെ അടുത്ത് വന്നിട്ട് പറയാറുണ്ടെന്നും അവർ